ഇന്ന് ക്വാർട്ടർ ഫൈനൽ സ്റ്റേജിലെ ലാസ്റ്റ് എപ്പിസോഡാണ്. ഇതിലെ ആദ്യത്തെ കഥ അവതരിപ്പിക്കുന്നത് ഷേർലി ജെയിംസ്. നമസ്കാരം. ഞാൻ ഈ പ്രാദേശിക റൗണ്ടിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസറിനെ മനോനില തെറ്റിയ ഒരാൾ മുക്കിക്കൊല്ലുകയുണ്ടായി അവിടുത്തെ പത്മതീർത്ഥ കുളത്തിൽ. അപ്പോൾ അതിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തലസ്ഥാന നഗരിയുടെ അഭിമാന സ്തംഭങ്ങളിലൊന്ന്. ശ്രീ പത്മനാഭന്റെ സന്നിധിയിൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായി പത്മതീർത്ഥക്കുളം. 9 വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ശശിധരൻ നായരെ നിർമ്മലമായ ഈ തീർത്ഥക്കുളത്തിൽ വെച്ച് മനോനില തെറ്റിയ ഒരാൾ ക്രൂരമായി മുക്കിക്കൊന്നു. ഈ ദുരന്തം നിരാലംബമാക്കിയത് ഒരമ്മയുടെയും മകളുടെയും ജീവിതമാണ്. എന്നെ വിളിച്ചോണ്ടായി കാപ്പിയൊക്കെ വാങ്ങിച്ചു തന്നു. ഒക്കെ തിന്നാനൊക്കെ വാങ്ങിച്ചു കുറച്ച് പൈസയും തന്നേച്ചു വിട്ടു. 11 മണിയായപ്പോൾ എൻ്റെ നാട്ടുകാർ കരഞ്ഞുകൊണ്ട് വരികയാണ്. ഞാൻ വിചാരിച്ച എൻ്റെ സഹോദരന് എന്തെങ്കിലും സംഭവിച്ചായിരിക്കും. ഇനിയാണ് നമ്മൾ പറഞ്ഞത് മോളച്ഛനാണ്. എനിക്കൊന്നും അറിഞ്ഞൂടെ. മോള് ഏത് ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്? ഞാൻ 4ാം ക്ലാസ്സിൽ. ഇപ്പോൾ പഠിക്കാൻ പോകണ്ടോ? ഞാൻ പഠിക്കാൻ പോകില്ല. ഞാനൊരു കടയിൽ പോകുന്നു ജോലിക്ക്. പഠിച്ചില്ല പിന്നെ അതിനുശേഷം? പിന്നെ അമ്മയ്ക്ക് അതിന് നിവൃത്തിയില്ല, അതുകൊണ്ട് പോയില്ല. നമസ്കാരം. സുഭിക്ഷ കേരളത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് നടന്ന ഒരു ദുരന്ത സംഭവത്തിന്റെ കഥാപ്രസംഗ രൂപം ഉണരാത്ത പത്മതീർത്ഥങ്ങൾ. ഉണരാത്ത പത്മതീർത്ഥങ്ങളായി മാനസം ഉരുകാത്ത ശ്യാമശിലയായി മാനസം കനിയാത്ത നിറയാത്ത മാനവ മാനസം ഉണരാത്ത പത്മതീർത്ഥങ്ങളായി തീർന്നു. നഗരമധ്യത്തിൽ അനന്തപുരിക്ക് ഐശ്വര്യമായി പുരാണ ഹേതുവായി പ്രൗഢിയോടെ ഒരു ക്ഷേത്രം തലയുയർത്തി നിൽക്കുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ശ്രീയായി യശസ്സാർന്നുരന്നു വിലസുന്ന ശ്രീ പത്മനാഭന്റെ പുണ്യക്ഷേത്രം. ശ്രീയായി യശസ്സാർന്നുരന്നു വിലസുന്ന ശ്രീ പത്മനാഭന്റെ പുണ്യക്ഷേത്രം. ആ പുണ്യപുരാതന ക്ഷേത്രത്തിന് വിശുദ്ധി കൂട്ടാനെന്ന വണ്ണം ക്ഷേത്രത്തിന്റെ മുൻവശത്ത് വിശാലമായൊരു ദിവ്യതീർത്ഥം, പത്മതീർത്ഥക്കുളം. ആ കുളത്തിന് രാപ്പകലില്ലാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരാളുണ്ട്. ഒരു യഥാർത്ഥ ശ്രീ പത്മനാഭദാസൻ, ബാബു എന്ന് വിളിക്കുന്ന ശശിധരൻ നായർ. 18 വയസ്സ് മുതൽ ബാബു അവിടെ ജോലി ചെയ്യുന്നു. അവിടെ എത്തുന്ന സ്വദേശീയരും വിദേശീയരുമായ നിരവധി പേർക്ക് ബാബു ഒരു വഴികാട്ടി കൂടിയാണ്. അവരുമായുള്ള നിരന്തര സമ്പർക്കം മൂലം ബാബു ഒട്ടേറെ ഭാഷകൾ സംസാരിക്കാൻ പഠിച്ചു. സന്ദർശകർക്ക് ബാബു ഒരു സർവ്വസമ്മതനായിരുന്നു. രുദ്രാക്ഷമാലയണിഞ്ഞ് ദേഹമാസകലം ഭസ്മക്കുറിയിട്ട് ശ്രീ പത്മനാഭനെ സേവിച്ച ബാബുവിന്റെ വിവാഹാലോചന നടന്നതുപോലും പത്മനാഭന്റെ തിരുമുമ്പിൽ വെച്ചാണ്. അങ്ങനെ കൃഷ്ണപിള്ളയുടെയും സരസ്വതി അമ്മയുടെയും മകൾ ശിവകല ബാബുവിന്റെ ജീവിത സഖിയായി. അവർക്കൊരു മകൾ 8 വയസ്സുകാരി നന്ദിനി. അയൽവാസികൾക്ക് പോലും അസൂയ ജനിപ്പിക്കുന്ന സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം. രാവിലെ തന്നെ ജോലിക്ക് പോകുന്ന ഭർത്താവിന് പ്രഭാത ഭക്ഷണവുമായി ശിവകലയെത്തും. അവരൊരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു.
അത്യാപത്തിലും അത്യാഹിതങ്ങളിലും ഓടിയെത്തുന്ന ബാബുവിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ശ്രീ പത്മനാഭന്റെ ഉച്ചദാസൻ, പത്മനാഭ സിദ്ധി കണ്ടദാസൻ, പത്മതീർത്ഥത്തിൻ കാവലാൾ, പത്മപുഷ്പത്തിൻ വിശുദ്ധിയുള്ളോ. അന്നും പതിവ് പോലെ ബാബു രാവിലെ 5 മണിക്ക് തന്നെ പത്മതീർത്ഥ കുളത്തിന്റെ മുൻപിൽ തന്റെ ഡ്യൂട്ടിക്കായി എത്തി. അന്ന് അവിടെ ചെല്ലുമ്പോ കുളത്തിന്റെ കൽപ്പടവിൽ കയറി നിന്ന് ഒരാൾ ഉച്ചത്തിൽ ആക്രോശിക്കുന്നു. കുളിക്കാൻ എത്തിയവരെയൊക്കെ അയാൾ ആട്ടിപ്പായിക്കുന്നു. പോയിക്കോ, ഒന്നിനെ എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. രാജീവ് ഗാന്ധി കൊന്നവനല്ലോടാ നീ. എന്റെ കുടുംബം തകർത്തില്ലേടാ. അടുത്തു വരരുത്, കൊല്ലും ഞാൻ എല്ലാത്തിനെയും. ഇത് കണ്ട് ബാബു കുളത്തിന്റെ കൽപ്പടവിലേക്ക് ഇറങ്ങിച്ചെന്നു. ഡേയ്, ഇത് നിനക്ക് വിളയാടാനുള്ള സ്ഥലമല്ല, കേറിപ്പോ, കുളിക്കുന്നവരെ ശല്യപ്പെടുത്തരുത്. വേണ്ട വേണ്ട, ഡേയ് പറയുന്നത് കേക്ക്. ബാബു അത്രയും കടുപ്പിച്ചു പറഞ്ഞപ്പോ അയാൾ നിശബ്ദനായി. ബാബു തിരികെ കയറിപ്പോയിരുന്നു. അയാൾ വീണ്ടും എന്തൊക്കെയോ ആക്രോശിക്കുന്നു. ബാബു അതത്ര വലിയ കാര്യമാക്കിയില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ബാബുവിന്റെ ഭാര്യ ശിവകല ഭർത്താവിന് വേണ്ടിയുള്ള പ്രഭാത ഭക്ഷണവുമായി എത്തി. എന്താ ചേട്ടാ, എന്താ അവിടെ ഒരു ബഹളം? ആളുകളൊക്കെ കൂടി നിൽക്കുന്നുണ്ടല്ലോ. ആരാ അത്? ഏയ്, അതൊന്നുമില്ല. മനോനില തെറ്റിയോ ആരോ. കുറച്ച് കഴിയുമ്പോ കേറി പൊയ്ക്കോളും. നീ വാ. വല്ലാത്ത വിശപ്പ്. ഇന്നെന്താ, ദോശയോ ഇഡലിയോ? അവരൊരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു. മോള് സ്കൂളിൽ പോയോ? പോയി. പിന്നെ ഇന്നെങ്കിലും കുറച്ച് നേരത്തെ വരണം കേട്ടോ. വരുമ്പോ അമ്മയ്ക്കുള്ള മരുന്ന് വാങ്ങാൻ മറക്കല്ലേ. ഓ, വരാം. ഭാര്യ ശിവകലയ്ക്ക് ചായയും സ്കൂളിൽ നിന്ന് വരുന്ന മകൾക്ക് പലഹാരപ്പൊതിയും വാങ്ങിക്കൊടുത്ത് ബാബു ശിവകലയെ യാത്രയാക്കി. ശിവകല ദൂരേക്ക് പോയി മറയുന്നത് ബാബു നോക്കി നിന്നു. പോയില്ലടാ, അടുത്തു വരരുത്, അടുത്തു വരരുത്, കൊള്ളു ഞാൻ എല്ലാത്തിനെയും. ആ ഭ്രാന്തന്റെ ജൽപ്പനം കേട്ട് ബാബു വീണ്ടും കുളത്തിന്റെ കൽപ്പടവിലേക്ക് ഇറങ്ങിച്ചെന്നു. ഡേയ്, ബഹളം ഉണ്ടാക്കാതെ. നീ വിചാരിക്കുന്നത് പോലെയല്ല. ആ പടികൾ നല്ല വഴുക്കളിലുള്ളതാണ്. കാല് വെറ്റിയ പിന്നെ നോക്കണ്ട. അനിയ, കേറി പോരെ, പോരെ. വേണ്ട, അടുത്തു വരരുത്, അടുത്തു വരരുത്. ബാബു കരുതലോടെ കയ്യിൽ ഒരു വടിയുമായി ആ ഭ്രാന്തന്റെ അടുത്തേക്ക് ചെന്നു. വേണ്ട, അടുത്തേക്ക് വരരുത്, അടുത്തേക്ക് വരരുത്. സഹോദര, ബഹളം ഉണ്ടാക്കാതെ കേറി വാ. വരാം, ഞാൻ വരാം. ആ ഭ്രാന്തൻ ഞൊടിയിടയ്ക്കുള്ളിൽ ബാബുവിന്റെ മേലെ ചാടി വീണു. ചുറ്റും നിന്നിരുന്ന കാണികൾ അന്തം വിട്ടു. ആ ഭ്രാന്തന്റെ കയ്യിൽ കിടന്ന് ബാബു എരിവിരി കൊള്ളുന്നു. ബാബുവിന്റെ കണ്ണ് തള്ളി, നാവ് നീണ്ടു, കൈകാൽ കുടഞ്ഞു. ആ ബാബുവിനെ കൊണ്ട് ആ ഭ്രാന്തൻ പത്മതീർത്ഥ കുളത്തിലേക്ക് എടുത്ത് ചാടി. ബാബുവിന്റെ തല ആ ഭ്രാന്തൻ പത്മതീർത്ഥ കുളത്തിൽ മുക്കി. ബാബുവിനെ പത്മതീർത്ഥ കുളത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് ചവിട്ടി താഴ്ത്തി. ബാബുവിന്റെ ശരീരം ജീവന് വേണ്ടി പിടയുന്നു. ശ്വാസം നിലച്ചു. മരണം ഉറപ്പിച്ചുകൊണ്ട് അവസാന നീർക്കുമിളയും പൊങ്ങി. അപ്പോഴും ആ ഭ്രാന്തൻ ആർത്തട്ടഹസിക്കുന്നു. ബുദ്ധിഭ്രമം കൊണ്ടു ജൽപ്പനം വർഷിച്ചു നിന്നയാൾ തെന്നും പടവിൽ. ചുറ്റിലും തിങ്ങി നിറഞ്ഞിതാ കാണികൾ, രക്ഷയ്ക്കു ചെന്നില്ലൊരാളും. അപ്പോൾ ചുറ്റും കൂടി നിന്നിരുന്ന കാണികൾ ആരും ആ പാവം മനുഷ്യനെ രക്ഷിക്കാൻ ഇറങ്ങിച്ചെന്നില്ല. ആരും തടഞ്ഞില്ല. എല്ലാവരും നോക്കി നിന്നു. അപ്പോഴവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ പോലും വെറും കാണികളായി നോക്കി നിന്നതേ ഉള്ളൂ. ഒരു പ്രമുഖ ചാനൽ ഈ രംഗം ലൈവായി എടുത്ത് പരസ്യങ്ങൾക്കൊപ്പം വിറ്റ് കാശാക്കുകയായിരുന്നു. കുളത്തിൽ നിന്നും ഉയരുന്ന കുമിളയുടെ എണ്ണമെടുത്ത് എല്ലാവരും രോമാഞ്ചമണിയുകയായിരുന്നു. ഭാര്യ ശിവകല ഭർത്താവിന് വേണ്ടിയുള്ള ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അവരുടെ സഹോദരൻ രാമചന്ദ്രൻ നായർ അവരുടെ അടുത്തെത്തി. അവളോട് ഞാനിത് എങ്ങനെ പറയും? അവളിതെങ്ങനെ സഹിക്കും? എന്താ അണ്ണാ, എന്താ മുഖമല്ലാതിരിക്കുന്നേ? അത് പിന്നെ അളിയൻ കുളത്തിലൊന്ന് വീണു. കാലിന് ചെറിയൊരു മുറിവ്. എന്റെ പത്മനാഭ, വീണെന്നോ? അണ്ണാ, വലിയ മുറിവാണോ? രാമചന്ദ്രൻ നായരോടൊപ്പം അവരും കുളത്തിന്റെ കൽപ്പടവിലെത്തി. അന്നവിടെ ചെല്ലുമ്പോ പതിവിലേറെ ഒരു ആൾക്കൂട്ടം. ആ ഭ്രാന്തൻ കുളത്തിന്റെ കൽപ്പടവിൽ കയറി നിൽക്കുന്നു. ചുറ്റും കമ്പും തുഴയുമായി നിരവധി പേർ. ചുറ്റും കൂടി നിന്നവർ ആ ഭ്രാന്തനെ കല്ലെറിയുന്നു. അതൊരാൾ നീന്തി ചെന്ന്
പങ്കായം കൊണ്ട് അയാളെ അടിച്ചു വീഴ്ത്തി കീഴ്പ്പെടുത്തി അയാളെ കരയ്ക്ക് കൊണ്ടുവന്നു. ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്നു ശിവകല. അവളുടെ കണ്ണുകൾ ബാബുവിന് വേണ്ടി തിരഞ്ഞു. പോലീസ് ആ ഭ്രാന്തനെ കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു. പറ്റില്ല, ഇയാളെ കൊണ്ടുപോകാൻ പറ്റില്ല. ഈ കുളത്തിന്റെ ഒരു വാച്ച്മാനെ ഇയാൾ ഈ കുളത്തിൽ മുക്കി കൊന്നു. ആ ശരീരം കണ്ടെടുത്തിട്ട് മതി ഇയാളെ കൊണ്ടുപോകുന്നത്. ഇത് കേട്ട് ശിവകല ഞെട്ടിപ്പോയി. എന്റെ ചേട്ടൻ കുളത്ത് വീണെന്നോ? എവിടെ? എനിക്ക് എന്റെ ചേട്ടനെ കാണണം. ചേട്ടാ, എവിടെ എന്റെ ചേട്ടൻ? ചേട്ടാ, ചേട്ടാ. ആ സ്ത്രീ ബോധമറ്റ് വീണു. പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് ബാബുവിന്റെ മൃതശരീരം പുറത്തെടുത്തു. ഒരു വെള്ള വസ്ത്രം കൊണ്ട് ആ മൃതശരീരം മൂടിയിട്ടു. പാവം ഒരു 8 വയസ്സുകാരി അമ്മൂമ്മയുടെ കൈപിടിച്ച് അവിടേക്ക് കടന്നു വന്നു. അവളുടെ കരച്ചിൽ കേട്ട് ശിവകല ഉണർന്നു. അമ്മയുടെ കൈപിടിച്ച് അവൾ ആ മൃതശരീരത്തിന്റെ അടുത്തെത്തി. മുഖം മറച്ചിട്ടിരുന്ന വെള്ള വസ്ത്രം എടുത്തു മാറ്റി. അവരാ ശരീരത്തിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. ചേട്ടാ, എഴുന്നേക്ക്, കണ്ണുറക്കേട്ടാ. മോള് വന്നിരിക്കുന്ന കണ്ടില്ലേ? ചേട്ടാ, കണ്ണുറക്കേട്ടാ. ഞാൻ നേരത്തെ വരണോന്ന് പറഞ്ഞത് ഈ കാഴ്ച കാണാനല്ല. എനിക്കിങ്ങനെ കാണണ്ട ചേട്ടാ. ഒന്ന് പറഞ്ഞിട്ട് പോയിരുന്നില്ല എന്നോട്. ചേട്ടാ, ഈ പിഞ്ചു മുതലേ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും പറ? ഈ പറക്കമുറ്റാത്ത പെൺകൊച്ചിനെ ഞാൻ എവിടെ കൊണ്ട് എന്ത് ചെയ്യും ചേട്ടാ? ചേട്ടാ, കണ്ണുറക്കേട്ടാ. ചുമ്മാ കാണിക്കല്ലേ ചേട്ടാ. കണ്ണുറക്ക, കണ്ണുറക്കേട്ടാ. നാട്ടുകാരും ബന്ധുക്കാരും അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവരുടെ കണ്ണുനീരടങ്ങിയില്ല. പാവം ആ 8 വയസ്സുകാരി അച്ഛനെ കണ്ടിട്ട് പൊന്മകളമ്മയോടൊപ്പമായിരുന്നു കരഞ്ഞു. ഗദ്ഗദമുള്ളിൽ ഒതുക്കിയ തീർത്ഥത്തിൻ ബുദ്ബുദം പോലും കരഞ്ഞു. ഓമലന്നച്ഛനെ ചൊല്ലി കരഞ്ഞു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. തൈക്കാട് ശ്മശാനത്തിൽ ബാബുവിന്റെ മൃതശരീരം സംസ്കരിച്ചു. പാലക്കാട് നെന്മാറ സ്വദേശി സുരേഷ് എന്ന ഭ്രാന്തചിത്തനെ മനോരോഗ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലയിലെ സഭാവതി തെരുവിൽ ഒരു വാടക വീട്ടിൽ തോരാതെ ഒഴുകുന്ന കണ്ണുനീർ തുടച്ച് മടിയിൽ തലചായ്ച്ചുറങ്ങുന്ന മകളെയും നോക്കി നെടുവീർപ്പെടുന്നൊരമ്മ ശിവകല. ഭർത്താവിന്റെ വിയോഗം ഇതുവരെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. മുന്നിൽ നിരവധി ചോദ്യങ്ങൾ: പട്ടിണി, ദുരിതം, ആശ്രയമില്ലായ്മ, മകളുടെ പഠനം എന്നിങ്ങനെ പലതും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി ഇന്നും അവശേഷിക്കുന്നു. പലരും എത്തി ആശ്വാസവചനങ്ങളും വാഗ്ദാനങ്ങളുമായി. പക്ഷേ അതെല്ലാം ജലരേഖകളായി ഇന്നും അവശേഷിക്കുന്നു. ചാലയിലെ തെരുവിൽ പൂവ് കെട്ടിക്കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് അരവയർ പട്ടിണിയോടെ ഉള്ളൊരു ജീവിതം. ശിവകലയുടെ അമ്മയും സഹോദരനും കയറിയിറങ്ങാത്ത സർക്കാർ ഓഫീസുകളില്ല, മുട്ടാത്ത വാതിലുകളില്ല. പക്ഷെ ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഒടുവിൽ ബാബു മരിച്ച് 7-ാം വർഷം ആശ്രിത നിയമന പ്രകാരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൂപ്പുകാരിയുടെ ഒരു ജോലി കിട്ടി. അതുകൊണ്ടൊന്നുമായില്ല. മകളുടെ പഠനം മുടങ്ങി. കൂട്ടുകാരികൾ വർണ്ണപ്പകിട്ടുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് ബാഗും തൂക്കി സ്കൂളിലേക്ക് പോകുന്നത് കാണുമ്പോൾ നെടുവീർപ്പോടെ നോക്കി നിൽക്കുന്ന 17-കാരിയായ മകളെ കണ്ട് ഇന്നും ആ അമ്മ സങ്കടത്തോടെ നോക്കി നിൽക്കുന്നു. ചാലയിലെ സഭാവതി തെരുവിൽ ഇന്നും 3 ജന്മങ്ങൾ. അമ്മയും മകളും അമ്മൂമ്മയും. ദയാനിധികളുടെ കരുണയും കാത്ത് ഉണരണം സമൂഹ മനസ്സ്. സഹായഹസ്തങ്ങൾ അവർക്ക് നേരെ നീളണം. ഉണരുന്ന പത്മതീർത്ഥങ്ങളായി മാറണം നമ്മുടെ മനസ്സ്. ഉണരുന്ന പത്മതീർത്ഥങ്ങളായി മാറണം. ഉണരാത്ത ശ്യാമശിലയായ മാനസം കനിവാർന്നു നിറവാർന്നു നിറവുള്ള സ്നേഹം ഉള്ളുണരുന്ന പത്മതീർത്ഥങ്ങളായി മാറണം. നന്ദി, നമസ്കാരം. കഥ പറയും കഥ പറയും കഥ പറയും കഥ പറയും. പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ചോദിക്കാം. സൂരജ് സർ. ഇപ്പോൾ നമ്മളെ വളരെയധികം ഞെട്ടിച്ചൊരു സംഭവം. പക്ഷേ കഥാപ്രസംഗ രൂപത്തിൽ ഇത് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു വേണ്ട രീതിയിൽ ഈ കഥ ഹൃദിസ്ഥമാക്കിയിരുന്നില്ല എന്ന്.
കാരണം പലപ്പോഴും ഷെർലിയുടെ കയ്യിൽ നിന്ന് കഥ വഴുതിപ്പോകുന്നത് പോലെ തോന്നി. പാട്ടിൻ്റെ കാര്യത്തിലൊക്കെ ചില സ്ഥലങ്ങളിൽ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ ശ്രുതി ഔട്ടാകുന്നതും അതുപോലെ പാടാൻ താമസിക്കാതെ ആ മറവി സംഭവിക്കുന്നത് പോലെയൊക്കെ അനുഭവപ്പെട്ടു. ഏതായാലും മേലിൽ കഥ പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ഈ പോരായ്മകളൊക്കെ പരിഹരിച്ച് പറയാൻ ശ്രമിക്കുക. താങ്ക് യു സർ. തനുജ മാം. ഷെർലി, ഒരു വലിയ ദുരന്തത്തിന്റെ കഥ തന്നെയാണിത്. ഈ മനുഷ്യൻ, ഈ ഭ്രാന്തൻ ആദ്യം കൽപ്പടവിൽ നിൽക്കുകയും അതിൻ്റെ നടുക്കൊരു മണ്ഡപമുണ്ട്. അതുവരെ അങ്ങനെ എല്ലാവർക്കും നീന്തി ചെല്ലാൻ പറ്റുന്ന അത്ര ദൂരം അത്ര പോലും അല്ല, എന്നാലും പോകാറുണ്ട്. ഈ ഭ്രാന്തൻ നീന്തി അവിടെ മണ്ഡപത്തിൽ അവിടെ ചെന്ന് നിന്നിട്ട് ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കുന്നുണ്ടായിരുന്നു. അയാളെ രക്ഷിക്കാൻ കൂടിയാണ് ബാബു ആ മണ്ഡപം വരെ ചെന്നത്. അവിടെ വെച്ചിട്ടാണ് ഇയാളെ മുക്കിക്കൊല്ലുന്നത്. ഇപ്പൊ ഈ വശത്താണ് കാണികൾ മുഴുക്കൻ. ഇപ്പൊ ആഗ്രഹം ഉണ്ടെങ്കിലും ആർക്കും ഒന്നിൽ തോക്കെടുത്ത് വെടിവെക്കാം എന്നുള്ളതല്ലാതെ ഇയാളെ രക്ഷപ്പെടുത്താൻ കൂടി നിന്ന ജനങ്ങൾക്കൊരു മാർഗവുമില്ലായിരുന്നു. മനസ്സിലായോ? അതൊരു വലിയ ദയനീയമായൊരു കാഴ്ചയായിരുന്നു അത്. പാട്ടിങ്ങനെ പലപ്പോഴും ഒരു വിട്ടു നിൽക്കുന്നു. ഇപ്പം കഥാപ്രസംഗമാണല്ലോ, ഈ കഥയാണ് ഞാൻ പറയുന്നത്, ഇതിൽ കുറച്ച് പാട്ടുകൾ വേണമല്ലോ എന്ന് വിചാരിച്ച് പാട്ടുകൾ കണക്ട് ചെയ്തതുപോലെ തോന്നി. ആ കഥയ്ക്ക് അത് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നില്ല എന്നും എനിക്ക് തോന്നി. ഈ 2 പോയിന്റാണ് എനിക്ക് തോന്നിയത്. ഇനി പറയുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചു പറയുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മാം. വിജയരാഘവൻ സർ. വലിയ കുഴപ്പമില്ലായിരുന്നു. നീ പറഞ്ഞ പോലെ കഥ നന്നായിട്ട് പറഞ്ഞു. പാട്ടുകൾ ശ്രദ്ധിക്കണം, എല്ലാ പ്രാവശ്യവും പറയുന്നതാണ് അല്ലേ? ഈ പ്രബിന് ധൃതി കൊണ്ടാണോ അതോ പരിഭ്രമം കൊണ്ടാണോ വാക്കുകൾ ഇവിടെ ഒരു സ്ഥലത്തല്ല, കുറേ 2-3 സ്ഥലങ്ങളുണ്ടായി. ശ്രദ്ധിക്കണം, അത് കുറച്ചുകൂടെ അവധാനതയോടെ പറയാൻ ശ്രമിച്ചാൽ മതി. ഇതിനേക്കാൾ എത്രയോ ഭംഗിയായിട്ട് പറയാൻ പറ്റും ഷാലയ്ക്ക്. പിന്നെ അതിൻ്റെ ഒരു ടെമ്പോ ഉള്ള സ്ഥലം മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പാത്തറ്റിക് മൂഡുണ്ടല്ലോ ഇവരുടെ. അത് നമ്മൾ കഥാപ്രസംഗമായിട്ട് പറയുമ്പോൾ വേറെ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. അതൊന്ന് ഇപ്പം ഒന്ന് മാറ്റി ചെയ്താൽ ചിലപ്പോൾ കുറച്ച് ഇതായിരുന്നു. ഇങ്ങനെ ഉള്ള കഥ ഷാലി ഭംഗിയായിട്ട് പറഞ്ഞു. ചേട്ടാ, വളരെ നല്ല ശബ്ദമാണ്, ഡെപ്തുള്ള ശബ്ദം. നിങ്ങൾ കൈയടിക്കണ്ടേ? ആ കുട്ടിക്ക് ഒരു ആശ്വാസം കൊടുക്കാന്ന് വെച്ചാൽ നിങ്ങൾ സമ്മതിക്കൂലേ? വാണി വിശ്വനാഥും കാവ്യ മാധവനൂടെ ചേർന്നൊരു സൗണ്ട്. പക്ഷേ ഒരു കാതികയ്ക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തത്. എൻ്റെ വീട്ടിലൊരാൾ വന്നിട്ട് പറഞ്ഞ് കഥ ബുക്ക് ചെയ്യാൻ വന്നാണ്, കഥ പറയണമെന്ന് പറഞ്ഞു. ഒരു അരമണിക്കൂർ മിമിക്രിയും 1.5 മണിക്കൂർ കഥാപ്രസംഗമായിരിക്കും. ആയിക്കോട്ടെ, അങ്ങനെ ഞാൻ കഥ പറഞ്ഞു. ഈ 1.5 മണിക്കൂറിലേക്ക് ഇവിടെ ഇപ്പോൾ 10 മിനിറ്റായി. അപ്പോൾ നമുക്ക് സംഭവങ്ങളെല്ലാം ഒരുപാട് അടുത്ത് വരുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ 1.5 മണിക്കൂർ ഞാൻ 1 മണിക്കൂറായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചുരുക്കിയപ്പോൾ സംഭവിച്ചത് 5 കൊലപാതകം ഒന്നിച്ചു വന്നു, 5 ബലാത്സംഗം ഒന്നിച്ചു വന്നു. ഈ കഥ ബുക്ക് ചെയ്ത ആളെന്നെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, പറയുന്നതുകൊണ്ടൊന്നും പക്രുവിന് തോന്നരുത്, ഇത്രയും സീരിയസ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല, എന്തെങ്കിലുമൊക്കെ കുറച്ച് തമാശയാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു ഉപദേശം തന്നത് ആരാണെന്ന് വെച്ചാൽ നമ്മളുടെ ഇന്നത്തെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഹാസ്യതാരം സലീം കുമാറാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു. എന്തായാലും അങ്ങനെ ഒരു അനുഭവം കഥാപ്രസംഗത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. താങ്ക് യു ചേട്ടാ. ഈ കഥയുടെ സ്കോർ എങ്ങനെയാന്ന് ചോദിക്കാം. പക്രു ചേട്ടാ 8. വിജയരാഘവൻ സർ 22. തനുജ മാം 22. സൂരജ് സർ 22. ഷേർലി ജെയിംസിന്റെ ഇന്നത്തെ കഥയ്ക്ക് ലഭിച്ചിരിക്കുന്ന മാർക്സ് 74 ഔട്ട് ഓഫ് 100. കഥ പറയും കഥ പറയും കഥ പറയും